ഹായ് എവരി വൺ, M7 ലേണിങ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അൽത്താഫ്. ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇംഗ്ലീഷാണ്. 2026 സെപ്റ്റംബർ 19 നടക്കുന്ന BFA പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സീരീസ് ഓഫ് ക്ലാസ്സസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ നിരന്തരം കാണുക, മനസ്സിലാക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വിഷയത്തിൻ്റെ എല്ലാ ക്ലാസ്സുകളും മിസ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഫലം കിട്ടിയിരിക്കും. നമ്മളിന്ന് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ആർട്ടിക്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അതിൽ എയും ആനും ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉൾപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ദയെക്കുറിച്ചാണ്, ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ്. ഹൗ ദ ഈസ് യൂസ്ഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഒമിറ്റഡ്. എങ്ങനെയാണ് ദ ഉപയോഗിക്കപ്പെടുക, അതോടൊപ്പം എങ്ങനെയാണ് ദ ഒഴിവാക്കപ്പെടുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ LGSൻ്റെ 2020 ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിൽഡ്രൻ ഗോ ടു ഡാഷ് സ്കൂൾ അറ്റ് 9 AM. കുട്ടികൾ 9 മണിക്കാണ് സ്കൂളിൽ പോകാറ്. അത്തരം അവിടെ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിൽഡ്രൻ ഗോ ടു സ്കൂൾ അറ്റ് 9 AM. കുട്ടികൾ 9 മണിക്കാണ് സ്കൂളിൽ പോകാറുള്ളത്. സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. സോ ഹാബിച്വൽ ആക്ഷൻ ആണ്. കുട്ടികൾ സ്ഥിരമായി സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. സോ സ്കൂൾ, കോളേജ്, ചർച്ച്, ഹോസ്പിറ്റൽ, മാർക്കറ്റ്, പ്രിസൺ, ബെഡ്, കോർട്ട് എന്നീ സ്ഥലങ്ങളിലേക്ക് ഇവയുടെ പ്രൈമറി പർപ്പസിനായി പോകുമ്പോൾ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. സ്പെഷ്യൽ പർപ്പസിനായി പോകുമ്പോൾ ദ ചേർക്കുന്നു. സോ വൺസ് അഗൈൻ, സ്കൂൾ, കോളേജ്, ചർച്ച്, ഹോസ്പിറ്റൽ, മാർക്കറ്റ്, പ്രിസൺ, ബെഡ്, കോർട്ട്. വേറെയും ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ അത് പരീക്ഷയ്ക്ക് കൂടുതൽ ചോദിക്കാറില്ല. മിക്കപ്പോഴും ചോദിക്കുന്നത് ഈ 8 എണ്ണമാണ്. സോ സ്കൂൾ, കോളേജ്, ചർച്ച്, ഹോസ്പിറ്റൽ, മാർക്കറ്റ്, പ്രിസൺ, ബെഡ്, കോർട്ട് ഈ സ്ഥലങ്ങളിലേക്ക് ഇവയുടെ പ്രൈമറി പർപ്പസിനായി പോകുമ്പോൾ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. സ്പെഷ്യൽ പർപ്പസിനായി പോകുമ്പോൾ ദ ചേർക്കണം. സോ ചിൽഡ്രൻ ഗോ ടു ഡാഷ് സ്കൂൾ അറ്റ് 9 AM. ഇവിടെ ആർട്ടിക്കിൾ വേണ്ട, നോ ആർട്ടിക്കിൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹീ ഗോസ് ടു ഡാഷ് ചർച്ച് എവരി സൺഡേ. എല്ലാ ഞായറാഴ്ചകളിലും അയാൾ പള്ളിയിൽ പോകാറുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും അയാൾ പള്ളിയിൽ പോകാറുണ്ട്. ഇത്തരം സൺഡേയിലാണ് ചർച്ചിലെ പ്രാർത്ഥന. സോ എല്ലാ ഞായറാഴ്ചകളിലും അയാൾ പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. സോ പള്ളിയുടെ പ്രൈമറി പർപ്പസ് പ്രാർത്ഥനയാണ്. സോ പ്രയറിന് വേണ്ടി പോവുകയാണ്. ഹീ ഗോസ് ടു ചർച്ച്. ഇവിടെയും ആർട്ടിക്കിൾ ഇല്ല. സോ ഹീ ഗോസ് ടു ചർച്ച് എവരി സൺഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2017 LDC ക്വസ്റ്റ്യൻ ആണ്. ഷീ ഈസ് ഗോയിങ് ടു ഡാഷ് സ്കൂൾ ടു അഡ്മിറ്റ് ഹെർ സൺ. അവൾ സ്കൂളിലേക്ക് അവളുടെ മകനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി, മകൻ അഡ്മിഷൻ നേടിക്കൊടുക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുന്നു. മകനെ പ്രവേശിപ്പിക്കാൻ പോകുന്നു. ഷീ ഈസ് ഗോയിങ് ടു ഡാഷ് സ്കൂൾ ടു അഡ്മിറ്റ് ഹെർ സൺ. എ ആൻഡ് ദ നോ ആർട്ടിക്കിൾ. ഇത് പ്രൈമറി പർപ്പസ് അല്ല, അവർ പോവുകയാണ്. അതായത് മകൻ്റെ അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. ഷീ ഈസ് ഗോയിങ് ടു ഡാഷ് സ്കൂൾ ടു അഡ്മിറ്റ് ഹെർ സൺ. പ്രൈമറി പർപ്പസ് അല്ല, സ്പെഷ്യൽ പർപ്പസ് ആണ്. അതുകൊണ്ട് തന്നെ ദ സ്കൂൾ. ഷീ ഈസ് ഗോയിങ് ടു ദ സ്കൂൾ ടു അഡ്മിറ്റ് ഹെർ സൺ. നെക്സ്റ്റ് വൺ യൂണിവേഴ്സിറ്റി എസിൻ്റെ 2019 ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ്. ഡാഷ് ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ്. ഇവിടെ റൂൾ ഇങ്ങനെയാണ്. ഭാഷയുടെ പേരുകൾക്ക് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ബിഫോർ ദ നെയിം ഓഫ് എ ലാംഗ്വേജ്. ഭാഷയുടെ പേരിന് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകിൽ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയാം. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അത് ഭാഷയാണ്. ഇനി ഭാഷയുടെ പേരിന് ശേഷം ലാംഗ്വേജ് എന്നുപയോഗിച്ചാൽ, ഭാഷയുടെ പേരിന് ശേഷം ലാംഗ്വേജ് എന്നുപയോഗിച്ചാൽ മുന്നിൽ ദ ചേർക്കണം. ഇംഗ്ലീഷ് ഭാഷ, ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോഴും ഭാഷ. സോ ഭാഷയുടെ പേരിന് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. ഭാഷയുടെ പേരിന് ശേഷം ലാംഗ്വേജ് എന്നുപയോഗിച്ചാൽ നിർബന്ധമായും മുന്നിൽ ദ ചേർക്കണം. കാരണം ദ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് എന്നാണ്. ഇംഗ്ലണ്ടിലെ ആൾക്കാർ, അവിടുത്തെ സിറ്റിസൺസിനെയാണ്, അവരെയാണ് ദ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ അത് ഭാഷയാണ്. അല്ലെങ്കിൽ ദ ഫ്രഞ്ച് ലാംഗ്വേജ് എന്ന് പറയാം. ദ ഫ്രഞ്ച് ലാംഗ്വേജ്. ദ ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ ഫ്രാൻസിലെ ആൾക്കാരാണ്, ഫ്രഞ്ചുകാർ എന്നാണ്. സോ ഭാഷയുടെ പേരിന് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. ഭാഷയുടെ പേരിന് ശേഷം ലാംഗ്വേജ് എന്നുപയോഗിച്ചാൽ മുന്നിൽ ദ ചേർക്കണം. ദ ഇംഗ്ലീഷ് മീൻസ് ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. ദ ഫ്രഞ്ച് മീൻസ് ദ പീപ്പിൾ ഓഫ് ഫ്രാൻസ്. നെക്സ്റ്റ് വൺ LP സ്കൂൾ അസിസ്റ്റൻറ്റ് 2022 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹീ സ്പീക്സ് ഡാഷ് ഇംഗ്ലീഷ് വെരി ഫ്ലുവൻലി. വളരെ അനായാസേന, വളരെ അനർഘളമായി, വളരെ ഒഴുക്കോടുകൂടി അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അന്നേരം സംസാരിക്കപ്പെടുന്നത് ഭാഷയാണ്. അന്നേരം അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ കുറിച്ച്, അന്നേരം ഭാഷയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെയും ആർട്ടിക്കിൾ ഇല്ല, നോ ആർട്ടിക്കിൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഫ്രഞ്ച് ആർ പ്രൗഡ് ഓഫ് ദെയർ ലാംഗ്വേജ്. ഫ്രഞ്ച് എന്നുള്ളത് ഭാഷയാണെങ്കിൽ അതൊരു ഭാഷയെ നമ്മൾ ഫ്രഞ്ചിന് ശേഷം നമുക്ക് ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആർ ഉപയോഗിച്ച് അവിടെ പൊസസീവ് അഡ്ജക്റ്റീവ് ദെയർ ആണ്. ഡാഷ് ഫ്രഞ്ച് ആർ പ്രൗഡ് ഓഫ് ദെയർ ലാംഗ്വേജ്. അതായത് ഫ്രാൻസിലെ ആൾക്കാർ, അതായത് ഫ്രഞ്ചുകാർ അവരുടെ ഭാഷയിൽ അഭിമാനമുള്ളവരാണെന്നാണ്. സോ ഇവിടെ
നേരത്തെ പറഞ്ഞു ഒന്നുകിൽ ഫ്രഞ്ച് എന്ന് പറയാം ഭാഷയാണെങ്കിൽ, അല്ലെങ്കിൽ ദ ഫ്രഞ്ച് ലാംഗ്വേജ് എന്ന് പറയാം. ദ ഫ്രഞ്ച് മീൻസ് ദ പീപ്പിൾ ഓഫ് ഫ്രാൻസ് ആണ്. സോ ഇവിടെ ദ ഫ്രഞ്ച് എന്നാണ്. ദ ഫ്രഞ്ച് ആർ, കാരണം ഇവിടെ പ്ലൂറൽ വന്നു, അല്ലെങ്കിൽ തന്നെ അതിൻ്റെ സെൻസ്, അതിൻ്റെ മീനിങ് എങ്ങനെയാണ്, അത് കൺവേ ചെയ്യുന്ന ഏതാണ്? ദ ഫ്രഞ്ച് ആർ പ്രൗഡ് ഓഫ് ദ ലാംഗ്വേജ്. ഫ്രഞ്ചുകാർ അവരുടെ ഭാഷയെക്കുറിച്ച് അഭിമാനമുള്ളവരാണ്. ദ ഫ്രഞ്ച് ആർ, ദ ഫ്രഞ്ച് മീൻസ് ദ പീപ്പിൾ ഓഫ് ഫ്രാൻസ്. ഫോർ എക്സാമ്പിൾ, ദ ഇംഗ്ലീഷ് ആർ പ്രൗഡ് ഓഫ് ദെയർ ലാംഗ്വേജ് എന്ന് പറയുന്ന പോലെ ദ ഫ്രഞ്ച് ആർ പ്രൗഡ് ഓഫ് ദെയർ ലാംഗ്വേജ്. നെക്സ്റ്റ് വൺ, ഡാഷ് ഇംഗ്ലീഷ് ഓഫ് ഷേക്സ്പിയർ ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നോക്കിയേ, നേരത്തെ പറഞ്ഞ ഇങ്ങനെയാണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഭാഷ, ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാലും അത് ഭാഷ. ദ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലെ ആൾക്കാരെയാണ് നമ്മൾ ദ ഇംഗ്ലീഷ് എന്ന് പറയുക. ഇവിടെ ഡാഷ് ഇംഗ്ലീഷ് ഓഫ് ഷേക്സ്പിയർ ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, അതായത് ഷേക്സ്പിയറിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ്. അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച്, അദ്ദേഹം ജീവിച്ചിരുന്ന, അദ്ദേഹം ലിറ്റററി വർക്ക്സ് എഴുതിയിരുന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ദ ഇംഗ്ലീഷ് ഓഫ് ഷേക്സ്പിയർ ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, അതായത് ഷേക്സ്പിയറിൻ്റെ ആ ഇംഗ്ലീഷ് എന്നുള്ള സെൻസിൽ ഇവിടെ നമ്മൾ ദ ഉപയോഗിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഡാഷ് ഇംഗ്ലീഷ് ഷീ സ്പീക്സ്. അവൾ സംസാരിക്കുന്ന ആ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ്. ഇവിടെ ഭാഷയെക്കുറിച്ച് തന്നെയാണ്, പക്ഷേ ഇവിടെ ദ ചേർക്കണം. ഇവിടെ ദ ചേർക്കുമ്പോൾ ഇംഗ്ലീഷുകാർ എന്നാവുകയുമില്ല. ഇവിടെ ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഇംഗ്ലീഷ് ഷീ സ്പീക്സ്, അവൾ സംസാരിക്കുന്ന ആ ഇംഗ്ലീഷ്. ഒരുപക്ഷെ ഉച്ചാരണത്തിൽ വ്യത്യാസം, അല്ലെങ്കിൽ ഗ്രാമർ മനസ്സിലാകുന്നില്ല, എന്തെങ്കിലും വിഷയം കാണും. സോ ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഇംഗ്ലീഷ് ഷീ സ്പീക്സ്, അവൾ സംസാരിക്കുന്ന ആ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ദ ഇംഗ്ലീഷ് ഓഫ് ഷേക്സ്പിയർ ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം ദ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ കൂടി ചില അവസരങ്ങളിൽ ഭാഷയുടെ മുന്നിൽ നമ്മൾ ദ ചേർക്കാറുണ്ട്. സോ ഭാഷയുടെ മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. ഭാഷയുടെ പേരിന് ശേഷം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മുന്നിൽ ദ ചേർക്കണം. ഇനി ദ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാർ എന്നാണ്, എപ്പോഴും അങ്ങനെ അല്ലാതാനും. നെക്സ്റ്റ് വൺ, ദ പ്ലൂറൽ ഓഫ് ഓക്സ്. സാധാരണ നമ്മൾ പ്ലൂറലാക്കുന്നത് അവസാനം എസ് ഒ ഇ എസ് ഒ ഐ എസ് ഒ ചേർത്താണ് ഒരു നാമത്തെ നമ്മൾ പ്ലൂറലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബോയ് പ്ലൂറൽ ബോയ്സ്, മാംഗോ പ്ലൂറൽ മാംഗോസ്, സ്പൈ പ്ലൂറൽ സ്പൈസ്, എസ് ഇ എസ് ഐ എസ്, ഇറ്റ് ഡിപ്പെൻസ്. അതായത് ചിലയിടത്ത് നമുക്ക് എസ് മതിയാകും, ചിലയിടത്ത് ഇ എസ് വേണം, ചിലയിടത്ത് ഐ എസ് വേണം. സോ അവസാനം എസ് ഒ ഇ എസ് ഒ ഐ എസ് ഒ ചേർത്ത് ബഹുവചനമായി കിട്ടുന്ന നാമങ്ങൾ നമ്മൾ റെഗുലർ പ്ലൂറൽസ് എന്നാണ് പറയുക. അങ്ങനെ അല്ലാത്തവയെ ഇറഗുലർ പ്ലൂറൽസ് പറയും. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ പ്ലൂറൽ ഓഫ് ഓക്സ്. ഓക്സ് എന്ന് വെച്ചാൽ ബുൾ, കാള. കാളയുടെ ബഹുവചന രൂപമാണ് ചോദിച്ചേക്കുന്നത്. ഓക്സിൻ്റെ പ്ലൂറൽ ഫോം ഓക്സൻ ആണ്. ഓക്സിൻ്റെ പ്ലൂറൽ ഫോം ഓക്സൻ ആണ്. മാൻ മെൻ, വുമൺ വിമൻ, ചൈൽഡ് ചിൽഡ്രൻ, ഓക്സ് ഓക്സൻ. പിന്നെ രണ്ടെണ്ണം പഠിച്ചു വെക്കണം, ബ്രദർ ബ്രദറൻ, സിസ്റ്റർ സിസ്റ്ററൻ. ബ്രദറിന് ബ്രദേഴ്സ് എന്ന പ്ലൂറലും സിസ്റ്ററിന് സിസ്റ്റേഴ്സ് എന്ന പ്ലൂറലും കൂടെ ഉണ്ട്. സോ നോക്കുക, മാൻ മെൻ. ഇനി മാൻ പറഞ്ഞെങ്കിലും മാൻ, ഇപ്പം ജെന്റിൽമാൻ ജെന്റിൽമാൻ, ജെന്റിൽമാൻ ജെന്റിൽമെൻ, മിൽക്ക്മാൻ മിൽക്ക്മെൻ, ചെയർമാൻ ചെയർമെൻ, വാഷർമാൻ വാഷർമെൻ, ബിസിനസ്മാൻ ബിസിനസ്മാൻ, അങ്ങനെ ചേർത്ത് എഴുതിക്കോണം. സെയിൽസ്മാൻ സെയിൽസ്മെൻ, സോ പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻ, പോലീസ്മാൻ പോലീസ്മാൻ. സോ മാൻ മെൻ, വുമൺ വിമൻ, ചൈൽഡ് ചിൽഡ്രൻ, ഓക്സ് ഓക്സൻ, ബ്രദർ ബ്രദറൻ. ബ്രദറൻ എന്ന് പറയുമ്പോൾ ഒരു സമുദായത്തിലെ അംഗങ്ങൾ, അതായത് ഒരു റിലീജിയസ് ഗ്യാതറിങ്ങിനെയൊക്കെ ഒരു മതത്തിൽപ്പെട്ട കുറേ ആൾക്കാർ കൂടി ഇരിക്കുമ്പോൾ അവരെ പറയുന്നതാണ് ബ്രദറൻ. ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനും എൻ്റെ സഹോദരനും, ഞങ്ങൾ രണ്ടുപേരും, സോ ബ്രദേഴ്സ്. അപ്പം രണ്ട് സിസ്റ്റേഴ്സ്, സഹോദരിമാർ, അത് സിസ്റ്റേഴ്സ്. ഈ സിസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു സമുദായത്തിലെ അംഗങ്ങളാണ്, അതായത് പീപ്പിൾ ഓഫ് എ സെയിം കമ്മ്യൂണിറ്റി, അവരെയാണ് ബ്രദറൻ എന്ന് പറയുന്നത്. ഒരു റിലീജിയസ് ഗ്യാതറിങ്ങിനെയാണ് ബ്രദറൻ അല്ലെങ്കിൽ സിസ്റ്ററൻ എന്ന് വിളിക്കുക. സോ ഇവയ്ക്ക് രണ്ടിനും മാത്രം രണ്ട് ബഹുവചന രൂപങ്ങളുണ്ട്. മാൻ മെൻ, വുമൺ വിമൻ, ചൈൽഡ് ചിൽഡ്രൻ, ഓക്സ് ഓക്സൻ, ബ്രദർ ബ്രദറൻ, അതോടൊപ്പം ബ്രദേഴ്സ്, സിസ്റ്റർ സിസ്റ്ററൻ സിസ്റ്റേഴ്സ്. അപ്പം ഞാൻ പറഞ്ഞു ഇറഗുലർ പ്ലൂറൽ എന്ന് പറഞ്ഞില്ലേ, ഇതെല്ലാം അവസാനിക്കുന്നത് ഇ എന്നില്ല. ഇ എൻ ഇ എൻ ഇ എൻ ഇ എൻ ഇ എൻ ഇ എൻ. ഇവിടെ ഇ ആർ ആണെങ്കിലും ബ്രദർ എന്ന് പറയുമ്പോൾ ആർ ഇ എൻ ആണ്, ആർ ഇ എൻ എന്നാണ്. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എൽ പി സ്കൂൾ അസിസ്റ്റന്റ് 2022 ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ. ശരിയായിട്ടുള്ള പ്ലൂറൽ ഏതാണ്? ചൈൽഡ്സ് ചിൽഡ്രൻ, ചൈൽഡ്സ് ചിൽഡ്രൻസ്. പ്ലൂറൽ ചിൽഡ്രൻ, കാരണം ചൈൽഡിൻ്റെ പ്ലൂറലാണ് ചിൽഡ്രൻ. ബാക്കി എല്ലാ ഓപ്ഷൻസും തെറ്റാണ്. നെക്സ്റ്റ് വൺ, ഐ ഹാവ് ടു ഡാഷ്. എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടെന്നാണ്. ഐ ഹാവ് ടു ഡാഷ്, ബ്രദർ ബ്രദേഴ്സ് ബ്രദറൻ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് അങ്ങ് സ്ട്രൈക്ക് ഓഫ്, അങ്ങ് വെട്ടിക്കളയാം.
ഇനി ബ്രദേഴ്സും ഉണ്ട്, ബ്രദറിനും ഉണ്ട്. അപ്പോൾ എനിക്ക് 2 സഹോദരങ്ങളുണ്ടെന്നല്ലേ, അതുകൊണ്ട് ഇവിടെ ഉത്തരം ബ്രദേഴ്സ് മാത്രമാണ്. ഇനി പി എസ് സിക്ക് അഥവാ ഇൻ കേസ് ഇങ്ങനെ ചോദിക്കുകയാണ് ദ പ്ലൂറൽ ഫോം ഓഫ് ബ്രദർ, ബ്രദറിൻ്റെ പ്ലൂറൽ ഫോം ചോദിച്ചാൽ നിങ്ങൾക്ക് ബ്രദേഴ്സും എഴുതാം, അതോടൊപ്പം ബ്രദറിനും എഴുതാം. കാരണം രണ്ടും ബഹുവചന രൂപങ്ങളാണ് ബ്രദറിൻ്റെ. ഇപ്പോൾ സിസ്റ്ററിൻ്റെ ബഹുവചനം ചോദിക്കുമ്പോൾ സിസ്റ്റേഴ്സും എഴുതാം, സിസ്റ്ററിനും എഴുതാം. പക്ഷേ ഇവിടെ നമുക്ക് അർത്ഥമാക്കുന്നത് സഹോദരങ്ങൾ എന്നുള്ള മീനിങ് ആണ്, സമുദായത്തിലെ അംഗങ്ങളെക്കുറിച്ചല്ല. സോ ഐ ഹാവ് 2 ബ്രദേഴ്സ്. ഇവിടെ ഉത്തരം ഐ ഹാവ് 2 ബ്രദേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് 2022 ചോദിച്ചാണ്. ഓ ഡാഷ് ലിസൺ ടു മീ, അല്ലയോ സഹോദരങ്ങളെ എന്നെ ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു റിലീജിയസ് ഗ്യാതറിങ്ങിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓ ഡാഷ് ലിസൺ ടു മീ, ഇവിടെ നമ്മൾ ബ്രദേഴ്സ് എഴുതരുത്, ബ്രദറൻ, അല്ലയോ സഹോദരങ്ങളെ എന്നെ ശ്രദ്ധിക്കൂ. ഒരു സമുദായത്തിലെ അംഗങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫാമർ യൂസസ് ഡാഷ് ടു പ്ലോ ഹിസ് ലാൻഡ്, കർഷകൻ അയാളുടെ ലാൻഡ്, അയാളുടെ ഭൂമി പ്ലോ ചെയ്യാൻ വേണ്ടി, നിലമുഴുതാൻ വേണ്ടി അദ്ദേഹം എന്തിനാണ് ഉപയോഗിക്കുക? ഓക്സ്, ഓക്സസ്, ഓക്സൻ, ഓക്സസ്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഓക്സൻ ആണ്. കാരണം ഫാർമർ ഒരുപാട് ആനിമൽസിന് ഉപയോഗിക്കാറുണ്ട്, ഒരുപാട് എണ്ണത്തിന് ഉപയോഗിക്കാറുണ്ട്. സോ എ ഫാർമർ യൂസസ് ഓക്സൻ ടു പ്ലോ ഹിസ് ലാൻഡ്. സോ എ ഫാർമർ യൂസസ് ഓക്സൻ ടു പ്ലോ ഹിസ് ലാൻഡ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പ്രോവർബുണ്ട്, ഡു നോട്ട് പുട്ട് ഓഫ് ടിൽ ടുമോറോ വാട്ട് യു ക്യാൻ ഡു ടുഡേ. ഇന്ന് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ നാളത്തേക്ക് നീട്ടിവെക്കരുത്. മറ്റൊരു പ്രോവർബ് ഇങ്ങനെയാണ്, ടുമോറോ നെവർ കംസ്. നാളെ എന്ന് പറയുന്ന ഒന്നില്ല. അതായത് നമ്മൾ പറയില്ലേ നാളെ നീളെ. ഇംഗ്ലീഷിലെ മറ്റൊരു പ്രോവർബ് ഇങ്ങനെയാണ്, പെർസീവറൻസ് വിൻസ്. പെർസീവറൻസ് മീൻസ് കണ്ടിന്യൂസ് എഫേർട്ട് എന്നാണ്. അതായത് സ്ഥിരോത്സാഹം വിജയിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പി എസ് സിക്ക് പെർസീവറൻസിൻ്റെ മീനിങ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ ഇന്ന് തന്നെ തുടങ്ങുക, പഠനം ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, കേൾക്കുക. ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, ഉറപ്പായിട്ടും നിങ്ങൾക്ക് പി എസ് സിക്ക് ഞങ്ങളുടെ ക്ലാസ്സുകളിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. താങ്ക് യു.